അച്ഛൻ ഇന്ന് ആത്മീയ വ്യായാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ വ്യായാമങ്ങൾ. ആന്റണി ജിമ്മിൽ പോയിട്ടുണ്ട്? ആന്റണി ഇല്ല. ആന്റണി ഫുട്ബോൾ കളിക്കുമോ? ആന്റണി ക്രിക്കറ്റ് കളിക്കുമോ? ആന്റണി അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കണ്ടേ? നെൽസൺ കഴിക്കുന്നുണ്ടാവില്ല അല്ലേ? കഞ്ഞിയായിരിക്കും കുടിക്കുന്നത് അല്ലേ? പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കണം. നമ്മൾ വളരെ ഓർഡർലി ആയിട്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യണം. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും ശരീരത്തിൽ. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ആന്റണി ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരും. ഒരു നീന്തൽ താരമാണെങ്കിൽ അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ വരും. ഇതുപോലെ ശരീരത്തിന് മാത്രം വ്യായാമം കിട്ടിയാൽ മതിയോ? ഹലോ, മതിയോ? പോരാ. പിന്നെ എന്തിനും കൂടി വ്യായാമം വേണം? ആത്മാവിനും കൂടി നമുക്ക് വ്യായാമം ആവശ്യമാണ്. ഷാലു വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാളെ നമ്മൾ എന്ത് തിരുനാളാണ് ആഘോഷിക്കുന്നത്? ആരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്? പെന്തക്കൊസ്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞിരുന്നു പെന്തക്കൊസ്ത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? 50-ാം ദിവസം. വെരി ഗുഡ്. പെന്തക്കൊസ്ത എന്ന വാക്കിന്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. യഹൂദ വിശ്വാസം അനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് ബാർലി കൊയ്ത്ത് ഉത്സവമാണ് പെന്തക്കൊസ്ത എന്ന് പറയുന്നത്. ബാർലി കൊയ്ത്ത് ഉത്സവമാണ് പെന്തക്കൊസ്ത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ 3-ാം ദിനത്തിലെ ഉദ്ധാനത്തിന് ശേഷം 50-ാം ദിവസം പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരിറങ്ങി വരുന്നു? എങ്ങനെ ഇറങ്ങി വരുന്നു? തീനാളങ്ങളുടെ രൂപങ്ങളിൽ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എടുക്ക്. അതിൽ 2-ാമത്തെ പാരാഗ്രാഫിൽ എന്ന് കാണാൻ കഴിയും. അവര് വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പല ഭാഷകളിൽ സംസാരിക്കുന്നു. പല ഭാഷകളിലുള്ളവര് തന്താങ്ങളുടെ ഭാഷകൾ എന്നതുപോലെ ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ നിറയപ്പെട്ടുകൊണ്ട് ഈ അപ്പോസ്തലന്മാര് വചനം പ്രഘോഷിക്കുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. വരദാന ഫലങ്ങളിൽ നിറഞ്ഞ് ഈ ലോകം മുഴുവനും വചനം പ്രഘോഷിക്കാനായിട്ട്, ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ഈ അപ്പോസ്തലന്മാര് ജീവിതം ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാല് കൊയ്ത്തുത്സവം ആരംഭിക്കുകയാണ് ലോകത്തില്. യഹൂദര് ബാർലി കൊയ്യുന്ന ഉത്സവമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കർത്താവായ ഈശോ മിശിഹ നമുക്ക് നൽകിയ സഹായകനിലൂടെ കൊയ്ത്താരംഭിച്ച ദിനമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 41-ാമത്തെ വാക്യം എടുത്ത്. 2-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവന്റെ വചനം ശ്രവിച്ചവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. കണ്ടോ? പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് 3000-ഓളം പേര് ഒറ്റടിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. കൊയ്ത്തുത്സവമാണ്. പത്രോസ് എന്ന് പറഞ്ഞ ആരായിരുന്നു? പേടിച്ച് കഥകടച്ചിരുന്ന ടീമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ പത്രോസിന് ധൈര്യം ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ മരിക്കാനും തയ്യാറായിട്ട് പത്രോസ് രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ എത്ര പേരെ കിട്ടി? 3000 പേരെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പെന്തക്കൊസ്ത എന്ന് പറയുന്നത് ഒരു കൊയ്ത്തുത്സവം തന്നെയാണ്. അപ്പൊ ഈ പെന്തക്കൊസ്ത ദിനത്തില് പരിശുദ്ധാത്മാവിൽ നിന്ന് വരദാന ഫലങ്ങളാല് നമ്മളെല്ലാം നിറയപ്പെടാൻ വേണ്ടിയിട്ട് 3-4 ആത്മീയ വ്യായാമങ്ങൾ അച്ഛൻ പറഞ്ഞു തരാൻ പോവാണ്. 1-ാമത്തെ വ്യായാമം എന്താണെന്ന് ചോദിച്ചാല്, 1-ാമത്തെ ആത്മീയ വ്യായാമം പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാനായിട്ട് 1-ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട വ്യായാമം ദൈവവചന പാരായണമാണ്. ദൈവവചന പാരായണമാണ് 1-ാമത്തെ വ്യായാമം, ആത്മീയ വ്യായാമം. മനസ്സിലാവുന്നുണ്ടോ? ദൈവവചന പാരായണമാണ് 1-ാമത്തെ വ്യായാമം. അപ്പോസ്തല പ്രവർത്തനങ്ങള് 10-ാം അധ്യായം 44-ാം വാക്യം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതായത് പത്രോസ് ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവവചനം എവിടെയൊക്കെ പ്രഘോഷിക്കുന്നുവോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറയപ്പെടും. നിങ്ങൾ വിശ്വസിക്കുന്നോ? ദൈവത്തിന്റെ വചനം, ഈ ലോകത്തിന്റെ ഫിലോസഫികളും തത്വശാസ്ത്രങ്ങളും എത്തയിസ്റ്റിക് ചിന്തകളും ഒന്നും അല്ല. ദൈവത്തിന്റെ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയപ്പെടും. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ വചനത്തിലൂടെ ജീവനാണ് നൽകുക. പരിശുദ്ധാത്മാവ് ആകുന്ന ജീവനാണ് നൽകുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എടുക്ക് മറിക്ക് അറിയാൻ പാടില്ലെന്നും. യോഹന്നാൻ 6:63. എടുത്തോ. ആരെങ്കിലും ഒരാളെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് വായിച്ചു. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഒരാളെ എഴുന്നേക്ക് ധൈര്യത്തോടെ. ഞാൻ പറഞ്ഞു ആത്മാവിന്റെ കൃപ നേടിയെടുക്കാനായിട്ടുള്ള ഒന്നാമത്തെ എക്സസൈസ്, വ്യായാമം എന്താ? ദൈവവചന പാരായണമാണ്. വായിക്ക്. ഒന്ന് ഏറ്റു പറഞ്ഞേ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ജീവനുണ്ട്. ദൈവത്തിന്റെ വചനത്തില് ജീവനുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം എടുത്തേ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ എന്തിന്റെ വചനത്തെ പറ്റി? ജീവന്റെ വചനത്തെ പറ്റി. കണ്ടോ, വചനത്തില് ജീവനുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ജീവൻ വചനത്തില് ഉണ്ട്. യോഹന്നാൻ 10:10. ആർക്ക് വചനം നോക്കാതെ പറയാൻ പറ്റും? എന്റെ കണ്ണിൽ നോക്കി. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. ദൈവത്തിന്റെ വചനത്തിൽ എന്തുണ്ട്? സമൃദ്ധിയുണ്ട്, ജീവനുണ്ട്. കം ടു മൈ പോയിന്റ് ടീച്ചർ. ജീവൻ കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ. ഇനി യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം, വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യം ഏതാ? യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. മർക്കോസ് 13:31. എന്തായിരുന്നു? ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഞാനും ജിൻസിയൊക്കെ കടന്നു പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം ഒരിക്കലും കടന്നു പോകില്ല. ജീവനുള്ള വചനമാണ്. നമ്മളെല്ലാവരും കടന്നു പോയാലും ഈ വചനം കടന്നു പോവുകയില്ല. ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം എന്താ പരിശുദ്ധമ്മ പറയുന്നത്? ലൂക്കാ 1:38. എന്താ? ഇതാ കർത്താവിന്റെ ദാസി, എന്റെ വചനം പോലെ എന്നിലാവട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം എന്താ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. കണ്ടോ, മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന വചനമാണ് കർത്താവായ യേശു മിശിഹ. ഈ വചനമൊക്കെ എന്താ? യെശയ്യാ 40-ാം അധ്യായം 8-ാം വാക്യം എടുക്ക്. യെശയ്യാ 40:8. പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. മത്തായി 4:4. എടുക്ക്. മത്തായി 4:4. എടുക്ക്. ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടാണ്. വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവൻ വെപ്പിക്കുന്ന വചനങ്ങളാണിത്. ഇത് കാണാപ്പാഠം പഠിക്കണം. എവിടെയാണ് എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ നമുക്ക് പറ്റണം. എടുക്ക്. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുണ്ടോ. അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഈ വചനം കൊണ്ടുകൂടിയാണ്. ഞാൻ പറഞ്ഞു, ശാരീരിക വ്യായാമം, പ്രോട്ടീനൊക്കെ വേണം. ആത്മാവിന് ജീവിക്കണമെങ്കിൽ ഈ വചനം കൂടിയേ തീരൂ. ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ ഈ വചനം കൂടിയേ തീരൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 107:19-20. ഒരാൾ എഴുന്നേൽക്കുക. ആദ്യം കിട്ടുന്ന ആൾ എഴുന്നേൽക്കുക. സങ്കീർത്തനം 107:19-20. ഒന്നേറ്റ് പറഞ്ഞേ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ സങ്കീർത്തനം 119:130. ജീവനുള്ള വചനം, തുടിക്കുന്ന വചനം. സങ്കീർത്തനം 119:130. പ്രകാശം പരത്തുന്നു, എളിയവർക്ക്
അത് അറിവ് പകരുന്നു. കണ്ടോ, ഒന്നേറ്റ് പറഞ്ഞേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛന്റെ കൂടെ ഇങ്ങനെ വായിച്ചു പോകുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിഷേകം തോന്നുന്നുണ്ടോ? ഹൃദയം എരിയുന്ന പോലെ തോന്നുന്നുണ്ടോ? ദാഹം തോന്നുന്നുണ്ടോ വചനം വായിക്കാൻ? പറയുമ്പോൾ ഇത് ഇരുതല വാള് പോലെയാണ്. എന്നെയും മുറിപ്പെടുത്തും, നിങ്ങളെയും മുറിപ്പെടുത്തും. ഉൽപ്പത്തി 3 പറയുന്നത് ഇത് 4 ദിശകളിലും മുറിവേൽപ്പിക്കുന്ന ഒരു വചനം എന്നാ പറയുന്നത്. അതുപോലെ ഒരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്ക്. ഇന്ന് വ്യായാമമാണ്, എക്സസൈസ് ഡേ ആണ്. ആരെ ഞാൻ വിടമാട്ടെ, ആരെ ഞാൻ ചിന്തിക്കാൻ വിടമാട്ടെ. അപ്പൊ എടുക്ക് സങ്കീർത്തനം 141 എടുക്ക്. സങ്കീർത്തനം 141. എന്നിട്ടുണ്ടല്ലോ 100 കിലോമീറ്റർ സ്പീഡിൽ പോകരുത്. അച്ഛനോട് യൂട്യൂബിൽ കാണുന്നവരും വചനം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛൻ മൈക്കിൽ കൂടി തുടങ്ങുമ്പോൾ നിങ്ങളും വീട്ടിലിരുന്ന് വായിക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുകളും ഒരുമിച്ച് സങ്കീർത്തനം 141. കർത്താവേ, ഞാൻ അങ്ങയെ ഇരിക്കുന്നു, ഏകം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒത്തനിക്ക് ചെവി തരണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ. എന്റെ അധരകവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാകരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. എന്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരെയാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എന്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നുവെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധരനായി ഉപേക്ഷിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ. എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കും, എല്ലാവരും ഇരിക്കും. ഈശോനെ നോക്കി ഒന്ന് ചിരിക്കുക, അച്ഛനെ നോക്കി ഒന്ന് ചിരിക്കുക, പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുക. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, വചനം പരിശുദ്ധാത്മാവിന്റെ നിറവ് തരും. പറഞ്ഞു, വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തി തരും. പറഞ്ഞു, വചനം പരിശുദ്ധാത്മാവിന്റെ വിടുതൽ തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വ്യായാമം എന്തായിരുന്നു? ദൈവവചന പാരായണം. എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇച്ചിരി പിന്നോട്ട് പോവുകയാണ്, ഒരു അഭിഷേകക്കുറവ് തോന്നുവാണെങ്കിൽ ബൈബിൾ എടുക്കുക, തുറക്കുക, വായിക്കുക. അങ്ങനെ നിറയുക, ജീവന്റെ വചനത്തിൽ നിറയുക. വായിച്ച് 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 എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ബൈബിളിൽ ഒരു പേപ്പർ തുണ്ട് കടലാസിൽ വചനം മാത്രം എഴുതിയിട്ട് വായിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതൊക്കെ പകർത്തി എഴുതും. ഇതൊക്കെ പകർത്തി ദാഹത്തോടെ എഴുതും, മാർക്കർ കൊണ്ട് ഇങ്ങനെ വരച്ചിടും. അപ്പോൾ എൻ്റെ മനസ്സിലാണ് ഞാനിത് വരച്ചിട്ടേക്കണേ. അതിങ്ങനെ വായിക്കുമ്പോൾ അഭിഷേകം ഇങ്ങനെ നിറയും. നമുക്ക് ദാഹം തോന്നും, കൂടുതൽ കൂടുതൽ വായിക്കാനുള്ള ദാഹം തോന്നും. നമ്മുടെ നാഡി ഞരമ്പുകളിലെ അസ്ഥികളിലൊക്കെ ഇങ്ങനെ അഭിഷേകം ഇങ്ങനെ നിറയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ആത്മീയ വ്യായാമം എന്തായിരിക്കാം ഏകദേശം എന്ന് പറഞ്ഞേ? എന്തോ? ഓ സിസ്റ്റർ, വെരി ഗുഡ്. സിസ്റ്റർ വെറുതെ അല്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. ദിവ്യകാരുണ്യം. രണ്ടാമത്തെ ആത്മീയ വ്യായാമം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം കേട്ടോ. രണ്ടാമത്തെ ആത്മീയ വ്യായാമം ദിവ്യകാരുണ്യ ഭക്തി അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം എന്താ? 6:51. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന
ജീവന്റെ അപ്പം ഞാനാണ്. ജീവനുണ്ട്. ജീവനോടെയാണ് കർത്താവ് നമ്മളെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ദൈവമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ വാക്യം എടുത്ത് 6:53. അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല. കണ്ടോ, നമുക്കൊക്കെ ജീവനുണ്ടാകണമെങ്കിൽ, ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ മടിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ ദിവ്യകാരുണ്യമാകുന്ന അപ്പം നമ്മൾ ആരാധിക്കണം, നമ്മൾ സ്വീകരിക്കണം. അവനോടൊപ്പം ആത്മാവും ഹൃദയവും ഒന്നു ചേരണം. ഈശോ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% ഉണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈശോനെ കണ്ട ആളുകൾ? അമ്മച്ചി, ഓ അമ്മയും മോളും കണ്ടിട്ടുണ്ട്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആന്റണി കണ്ടിട്ടുണ്ട്. പിന്നെ ആരാ ഉള്ളത്? നെൽസ, നീയോ? ഫെബിൻ കണ്ടിട്ടില്ലേ? നാണിക്കണ്ട, ധൈര്യമായിട്ട് പറ. ഫെബിൻ കണ്ടിട്ടുണ്ട് ഈശോനെ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ? ശശി ബ്രദർ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരാ ഈശോനെ കണ്ടേക്കുന്നത് ഇവിടെ? ചേച്ചി കണ്ടിട്ടുണ്ട്. അമ്മച്ചി കണ്ടിട്ടുണ്ടോ? കാണാൻ പോകുന്നു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ ഈശോയെ കണ്ടവര്? ജീവിക്കുന്ന ദൈവമാണ് ഈശോ. ദിവ്യകാരുണ്യത്തിലുണ്ട് കേട്ടോ, പരിപൂർണമായി നമ്മൾ വിശ്വസിക്കണം. യോഹന്നാൻ 6:54 വായിച്ചേ. യോഹന്നാൻ 6:54. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ജീവൻ കിട്ടും, നിത്യജീവൻ കിട്ടും. ഈ ഭൂമി കടന്നു പോയാലും നിത്യമായി കർത്താവിനോടൊപ്പം ജീവിക്കാനായിട്ട് ഈ ദിവ്യകാരുണ്യം നമ്മളെ അനുഗ്രഹിക്കും. ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എന്തൊക്കെ കൃപകൾ കിട്ടുമെന്ന് ഈ വചനം പറയാണ്. ലൂക്കാ 4:18. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായി ഉന്നതിയിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായി താഴ്ന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ പലരും, നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദരിദ്രരാണ്. ചിലർക്കൊക്കെ സ്നേഹം ലഭിക്കാത്ത ദാരിദ്ര്യങ്ങൾ, ചിലർ നിരാശയിൽ ആണ്ടുപോയ ദാരിദ്ര്യം, ചിലർക്ക് വെറുപ്പിന്റെ ദാരിദ്ര്യം, അങ്ങനെ പലതരത്തിലുള്ള ദാരിദ്ര്യ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ആ അവസ്ഥകളിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ മുന്നിൽ വരണം, ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് ഈശോയെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരെ എന്ത് ചെയ്യാനാണ്? സുവിശേഷം അറിയിക്കാനാണ്. തുടർന്ന് ബന്ധിതർക്ക് മോചനവും. നമ്മളൊക്കെ പലരും പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്നവരാണ്. ഒന്നാമതായിട്ട് പലതരത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട്. മദ്യപാനത്തിന്റെ അരൂപിയിൽ കുടുങ്ങിക്കിടക്കുന്നവര്, ജഡികമായ ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം നൽകാനായിട്ട് ഈശോയ്ക്ക് കഴിയും. പിന്നെ എന്താ? അന്ധർക്ക് കാഴ്ച. നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകളില്ല. ചിലപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആത്മീയമായ അന്ധതകള് ഒരുപാട് മനുഷ്യരായി നമുക്കുണ്ട്. ഈ അന്ധതയൊക്കെ കർത്താവ് നമുക്ക് മാറ്റിത്തരും. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. നോക്കേ, എന്ത് കേസ് ഇവിടെ എടുക്കും എന്നുള്ളതാണ്. ഇവിടെ എന്ത് കേസും എടുക്കും എന്നുള്ളതാണ്. എത്ര വലിയ തകർച്ചയാണെങ്കിലും, എത്ര വലിയ അന്ധതയാണെങ്കിലും, എത്ര വലിയ ദാരിദ്ര്യമാണെങ്കിലും, എത്ര വലിയ വേദനയാണെങ്കിലും, എത്ര വലിയ നിരാശയാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് കേസും പരിഹാരം, ഒത്തുതീർപ്പുണ്ടാവും. ഇന്നലെ ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 10 വർഷമായിട്ട് ഞാൻ വിദേശത്ത് പോകാൻ നോക്കുകയാണ്, പല ബിസിനസ്സും ചെയ്യുകയാണ്, ഒന്നും ശരിയാവുന്നില്ല, കംപ്ലീറ്റ് ഞാൻ പാളി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ എപ്പോഴെങ്കിലും ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പോയിരിക്കാറുണ്ടോ? അതില്ല. നീ ആദ്യം അവിടെ പോയിരിക്കുക, അവിടെ പോയിരുന്ന് നിന്റെ കേസുകളും നിന്റെ വേദനകളും നിന്റെ നിരാശകളൊക്കെ ഈശോയോട് പറയും, എന്നിട്ട് നീ ജീവിതത്തെ ഒന്ന് നോക്കാൻ പറഞ്ഞു. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:48. എന്താ? ഞാൻ ജീവന്റെ അപ്പമാണ്. കേട്ടോ, ജീവൻ തുടിക്കുന്ന അപ്പമാണ് നമ്മുടെ മുന്നിലായിരിക്കുക. കേട്ടോ, വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്ക്, ആത്മീയ വ്യായാമം ചെയ്യാൻ പോവാണ്. എഴുന്നേക്ക്. കരങ്ങളടിച്ചേ. ദൈവപിതാവേ
ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന.
സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും പറ്റാത്തുറവിയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വ്യായാമങ്ങൾ നമ്മൾ ചെയ്തു? 1 എന്തായിരുന്നു? ദൈവവചന പാരായണം. 2 ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ ഭക്തി. സിസ്റ്റർ മേബിള് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. 3ാമത്തെ ആത്മീയ വ്യായാമമാണ് പരിശുദ്ധ അമ്മ. ആരാ? പരിശുദ്ധ അമ്മ. വേഗം വചനം എടുത്തോ. ലൂക്ക 1:31. പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഈശോ ആരിലൂടെയാണ്, പരിശുദ്ധ അമ്മ ആരിലൂടെയാണ് ഗർഭവതിയാവുന്നത്? ആര് മുഖാന്തരമാണ്? പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അപ്പൊ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:41. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലാണ്. ലൂക്ക 1:41. പെട്ടെന്നൊന്ന് വായിക്കാമോ? മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. നമ്മൾ പറഞ്ഞു പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ പരിശുദ്ധ കന്യകാ മറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ അമ്മായി ആണെന്ന് ചോദിച്ചു. അമ്മായി എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്തു പറ്റി? കുതിച്ചു ചാടി. കാരണം പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവില് നിറഞ്ഞവളാണ്. ഈ നിറവ് എലിസബത്തിന്റെ ഉദരത്തിലെ ശിശുവിനെ സന്തോഷത്താൽ കുതിച്ചു ചാടാനായിട്ട് യോഗ്യരാക്കി മാറ്റി. ഇതുപോലെ നമ്മളും പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ഇരുന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കും എന്ത് കിട്ടും? ഹലോ, എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം നോക്കണ്ട. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-2 വാക്യങ്ങൾ നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയും പിന്നെ അപ്പോസ്തലന്മാരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആര് വരുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധ അമ്മ ഓൾറെഡി പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വ്യക്തിയാണ്. ഈ നിറവുള്ള വ്യക്തിയുടെ കൂടെയാണ് അപ്പോസ്തലന്മാർ നിൽക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും. ഈ ദേവാലയത്തിലും നമ്മുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു മാതാവിനെ കാണാൻ പറ്റിയെന്ന്. ഞാൻ ഈ കൂട്ടത്തിൽ ആളുണ്ട്, ഞാൻ പറയുന്നില്ല. മാതാവിനെ കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റിയെന്ന്. മാതാവ് ഇങ്ങനെ ഈ കുരിശിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റിയെന്ന്. കുറച്ച് സെക്കൻഡത്തേക്കേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ പരിശുദ്ധ അമ്മയെ കണ്ടവര്? ഒരാളുണ്ട്. പിന്നെ റേവണ്ടേട്ടൻ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 പേർക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റി. വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയെ കാണണമെങ്കിലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും കൂടുതൽ കിട്ടും. എല്ലാവരും എഴുന്നേക്ക്. 3ാമത്തെ എക്സസൈസിലേക്ക് നമ്മുടെ കടക്കാണ്. പരിശുദ്ധ അമ്മയുടെ അഭിഷേകം കിട്ടണമെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നമ്മൾ ചൊല്ലേണ്ടത്. ഏതായിരുന്നു? നന്മ നിറഞ്ഞ മറിയമേ. അപ്പൊ നമ്മള് ഒരു സ്വർഗസ്ഥനായും 10 നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും ഇപ്പൊ ചൊല്ലും. ഇപ്പൊ സ്വർഗസ്ഥനായും നിങ്ങളെ ചൊല്ലും, അന്നേണ്ട ആഹാരം നിങ്ങൾ ചൊല്ലും, നന്മ നിറഞ്ഞറിയും നിങ്ങൾ ചൊല്ലും. 10 എണ്ണം. ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒറ്റ പ്രാർത്ഥന മതി. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എന്താ പ്രാർത്ഥന? എന്നിൽ നിറയണമേ. അപ്പോൾ യൂട്യൂബിലൂടെ കാണുന്നവരൊക്കെ എഴുന്നേക്ക്, അവിടെ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ല് കേട്ടോ. എന്താണ്? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. തുടങ്ങാലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കും, പെട്ടെന്ന് ഇരിക്കുക. അടുത്ത എക്സസൈസിലേക്ക് നമുക്ക് പോകാം. ക്ഷീണിച്ചോ നിങ്ങൾ? മടുത്തോ? കുറച്ച് ഒരു 10 കൂടി ഉണ്ട്. അപ്പോഴേക്കും നിങ്ങൾ ആത്മാവൊക്കെ നല്ല മസിലൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോനെ നോക്കി ഒന്ന് ചിരിക്കുക, അച്ഛനെ നോക്കി ഒന്ന് ചിരിക്കുക, പരസ്പരം നോക്കി ചിരിക്കുക. എന്നിട്ട് പറഞ്ഞേ, പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നിൽ നിറയുമെന്ന് പറഞ്ഞ്. പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് നിന്നിൽ ശക്തമായി നിറയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ എത്ര എക്സസൈസ് കഴിഞ്ഞു? ഏതൊക്കെയായിരുന്നു? ദൈവവചനം, ദിവ്യകാരുണ്യം, പരിശുദ്ധ അമ്മ. ഇനി നാലാമത്തേത് ചെറിയൊരു കാര്യമാണ്, പക്ഷെ വലിയൊരു കാര്യമാണ്. സുഹൃത ജപങ്ങൾ. നാലാമത്തെ എന്താ? സുഹൃത ജപങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 9:27. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. സുഹൃത ജപമാണ് കേട്ടോ. വീണ്ടും ഉണ്ട് ലൂക്ക 1:38. എച്ചനത് സുഹൃത ജപമായിട്ട് തോന്നാറ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്ക 1:38. അല്ല, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ കേട്ടോ. സുഹൃത ജപമാണ്. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ഇതേതാ? മത്തായി 9.
27 ഏതാ സുഹൃത ജപം? ഏതാ? ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സ് ആരെങ്കിലും? സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞിട്ടൊരു ആത്മീയ പുസ്തകമുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ മുഴുവനും ബെനഡിക്റ്റൈൻ സ്പിരിച്വാലിറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ആ പുസ്തകത്തിൽ മുഴുവനും പറയുന്ന ഒറ്റ സുഹൃത ജപത്തെ കുറിച്ചാണ്. ദാവീദിന്റെ പുത്ര എന്നിൽ പാപിയായ എന്നിൽ കനിയണമേ, ഒറ്റ സുഹൃത ജപമാണ്. അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, ദിവസത്തിൽ 50 പ്രാവശ്യം പറയണം, 100 പ്രാവശ്യം പറയണം, 1000 പ്രാവശ്യം പറയണം. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഇത് തന്നെ, ഈ ഒരു സുഹൃത ജപം പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഈ ആത്മാവ് ദാവീദിന്റെ പുത്ര പാപിയായ എന്നിൽ കനിയണമേ എന്നിങ്ങനെ പറഞ്ഞ് അഭിഷേകത്തിൽ നിറയപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതി നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു സുഹൃത ജപമാണ്. ആർക്കെങ്കിലും റാൻഡമായിട്ട് ഒരു സുഹൃത ജപം പറയാമോ? ഈശോ മറിയ ഔസേപ്പേ, ഈശോ മറിയം ഔസേപ്പേ. പിന്നെ എന്റെ അമ്മ എന്റെ ആശ്രയം, എന്റെ അമ്മ എന്റെ ആശ്രയമേ. പിന്നെ എന്റെ ഈശോയെ. നിർത്തിയേ. നിങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു സുഹൃത ജപം ഒരാളെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞേ. എന്റെ അമ്മ എന്റെ ആശ്രയമേ ടീച്ചർ പറഞ്ഞു. പിന്നെ ഈശോ മറിയ ഔസേപ്പേ. ഈശോ മറിയ ഔസേപ്പേ. കുറച്ചുകൂടി ഒച്ച പറഞ്ഞോ, കുഴപ്പമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ സുഹൃത ജപങ്ങൾ ചൊല്ലുന്നവര്? ടീച്ചർ. ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓക്കെ, അമ്മച്ചി എന്തോ പറഞ്ഞല്ലോ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ആശ്രയമേ. പിന്നെ ഈശോ 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 എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്. എപ്പോഴും ഈശോ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സുഹൃത ജപങ്ങള് ആത്മാവിന് ശക്തിപ്പെടുത്തുന്ന കേട്ടോ സുഹൃത ജപങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവില് നമുക്ക് കൂടുതൽ നിറവ് ലഭിക്കും. എല്ലാവരും എഴുന്നേക്ക്. എക്സസൈസ് ആത്മീയ എന്താണ് വ്യായാമം നമ്പർ 4. ഇതാണ് ഇന്ന് പെന്തക്കോസ്ത ആയതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട വ്യായാമമാണ് നിങ്ങൾക്ക് തരിക. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം പറയും, നിങ്ങൾ ഒരു പ്രാവശ്യം പറയും. അപ്പൊ 10 പ്രാവശ്യം നിങ്ങൾ പറയണം, 10 പ്രാവശ്യം നിങ്ങളും പറയണം. ഒന്നിടവിട്ട് കേട്ടോ. ഇത് പരിശുദ്ധാത്മാവിന്റെ നൊവേനയിലുള്ളൊരു സുഹൃത ജപമാണ്. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളെ പറഞ്ഞിരുന്നത്. ഇതാണ് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. കൈ നെഞ്ചത്ത് വെക്ക്, കണ്ണടയ്ക്ക്. ഇനി നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം പറയും, പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം പറയും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. 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 ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.
വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.